ഹലോ ഗേഴ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് തോട്ടിൽ മീൻ പിടിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, മീനൊന്നും കഴിച്ചുകൂടാ, മൊത്തത്തിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആണ് കേട്ടോ. അങ്ങനെ മീൻ തിന്നിട്ട് കുറേ ദിവസമായി. അപ്പം ഞങ്ങൾ വിചാരിച്ച് തോട്ടിൽ പോയി ഇന്ന് ചൂണ്ടയിട്ട് മീൻ പിടിച്ച് കൊണ്ടുവന്ന് കഴിക്കാമെന്ന്. അങ്ങനെ ഞാനും ഏട്ടനും കണ്ണനെയും കൂടി എന്തായാലും പൊക്കി. അവ അവിടെ വെറുതെ ഇരിക്കുവാണല്ലോ. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി നമ്മുടെ ചേട്ടന്മാരൊക്കെ അവിടെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സ്ഥലം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അങ്ങോട്ട് പോവുകയാണ്. തോടുകൾ ഫുള്ള് നിറഞ്ഞൊഴുകിയിട്ടുണ്ട് കേട്ടോ. ഈ മഴ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു പ്രളയം നേരിടേണ്ട അവസ്ഥ വരുമെന്നാണ് ഇപ്പോഴത്തെ പേടി. അങ്ങനെ എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ദാണ്ട തോട്ടിൻ്റെ വരമ്പിലൂടെ അവർ നിൽക്കുന്നിടത്തോട്ട് പോവാണ് കേട്ടോ. എൻ്റെ ചെരുപ്പൊക്കെ അതിൽ താന്നു പോയി കേട്ടോ. ഞാൻ വിചാരിച്ച ഫോൺ ഞാനും കൂടെ ചെളിയിൽ വീണെന്ന്. അങ്ങനെ എന്തായാലും കാലൊക്കെ അതിൽ നിന്ന് വലിച്ചൂരി എടുത്ത് നമ്മൾ നേരെ ചൂണ്ടയിടുന്നിടത്തോട്ട് പോവാണ് കേട്ടോ. സത്യം പറയാലോ, ഇതൊക്കെ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. കാരണം നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് കേട്ടോ എനിക്കും. അങ്ങനെ ഞങ്ങൾ ദാണ്ട മീനൊക്കെ പിടിച്ച് ദാണ്ട ഇത്രയും മീനാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളത് വൃത്തിയാക്കാൻ പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് തോട്ടിലെ മീനൊന്നും അങ്ങനെ വൃത്തിയാക്കാൻ അറിഞ്ഞുകൂടാ. നമ്മൾ സാധാരണ നമ്മുടെ ചാള മീനും അയില മീനും ഒക്കെ കട്ട് ചെയ്യുന്ന പോലെ ഞാനിതങ്ങിരുന്ന് കട്ട് ചെയ്ത് കേട്ടോ. അങ്ങനെ ദാണ്ട ഫൈനലി നമ്മുടെ മീനിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ദാണ്ട അത് വൃത്തിയായി കഴുകി അത് വരഞ്ഞ് നല്ല ചേറിൻ്റെ മണം കാണും. അതുകൊണ്ട് നിങ്ങൾ ഉപ്പൊക്കെ ഇട്ട് നല്ല തോനെ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. അതിനുശേഷം ഇനി കപ്പ വെക്കണമായിരുന്നു. അങ്ങനെ ചിന്നു തന്നെ കപ്പ എല്ലാം നമ്മൾ തൊലിച്ച് വൃത്തിയാക്കി കട്ട് ചെയ്ത് കേട്ടോ. കട്ട് ചെയ്ത് ഇനി അടുപ്പിലോട്ട് വയ്ക്കാൻ പോവാണ്. അടുത്ത് നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനുള്ള കുരുമുളകും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ അതിനുശേഷം നമ്മൾ ദാണ്ട ചീനിയിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് നമുക്ക് അതങ്ങ് അടുപ്പിലോട്ട് വയ്ക്കാം. ഇനി നമുക്ക് ചീനിക്ക് വേണ്ടിയുള്ള പുളിമോണം സെറ്റാക്കാം. നമ്മൾ ഉള്ളി തൊലിച്ചെടുത്തിട്ടുണ്ട്. അതിനി കല്ലിൽ വെച്ചിട്ട് കുറേശ്ശെ ചതച്ചെടുക്കാം. ഉള്ളിയും മുളകും ഉണ്ട് കേട്ടോ. പിന്നെ പുളിയും ഇട്ടിട്ടുണ്ട് അതിൽ. ഞങ്ങൾ മൂന്നും കൂടി ചേർന്നിട്ടാണ് നല്ല വൃത്തിക്ക് ചതച്ചെടുത്തത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ഒഴിക്കണം, എന്നാലേ കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടത്തുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ ദാണ്ടത് വൃത്തിയായിട്ട് ആ എണ്ണയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇളക്കുവാണ് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് മുളക് പൊടി. നമ്മളിവിടെ നല്ല എരിയില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. ഞങ്ങൾ പിരിയനും സാദായും കൂടി വാങ്ങിച്ച് പൊടിച്ച് വെക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് വലിയ എരിയും കാര്യങ്ങളൊന്നും ഈ മുളക് പൊടിക്കില്ല. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര എരിയാണെന്ന് കേട്ടോ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇപ്പം തന്നെ എൻ്റെ വായിൽ വെള്ളം ഊർന്ന് ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഒന്നും കൂടെ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. സത്യം പറ അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ഇനി നമ്മൾ വലിയൊരു എന്താണ് പറയുന്നത്, ഒരു പ്ലേറ്റ് പോലത്തെ ഒരു അടപ്പാണ് കേട്ടോ സംഭവം. ഇത് എടുത്ത് അതിലേക്ക് നമ്മൾ തോനെ കുരുമുളക്, ഇത് കുരുമുളകാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഇതിൽ മുന്നിൽ നിൽക്കേണ്ടുള്ളത് കുരുമുളകാണ്. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ, കാരണം കുരുമുളക് ഉള്ളതുകൊണ്ട് ഇട്ടു. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ടു. അതിനുശേഷം നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് നല്ല വൃത്തിയായിട്ട് നമ്മൾ നല്ല വെള്ളം ഒഴിച്ചാണ് കേട്ടോ ഞങ്ങൾ ഈ മസാല ഒന്ന് കുഴച്ചാക്കുന്നത്. കാരണം കുരുമുളക് ഞങ്ങൾ രണ്ടാമത് കുറച്ചുകൂടി ഇട്ടു. കാരണം കുറച്ചുകൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവളാണ് അത് സെറ്റ് ചെയ്തത് കേട്ടോ. കാരണം കുരുമുളക് മുന്നിൽ നിൽക്കണമല്ലോ. അങ്ങനെ നമ്മളത് നല്ല വൃത്തിയായിട്ട് അത് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കി നമ്മളെ തോട്ട് മീൻകുട്ടന്മാരെ നമ്മളിതിലേക്ക് ഇട്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ പൊന്നോ, ഇതിന് വറുത്ത് കഴിക്കണ ഒരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിന് ഇത്രയും മീനും കൂടി ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഈ അരപ്പിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല ബാക്കി എല്ലാം നമ്മളത് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ എണ്ണയിലാണ് നമ്മൾ ഇത് വറുത്തെടുക്കാൻ പോകുന്നത് കേട്ടോ. പക്ഷേ ഒരു ചട്ടി പോലെ ഞങ്ങൾ 3 ചട്ടിയിലാണ് ഇത് വറുത്തെടുത്തതാണ്ട്. 3 ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ എളുപ്പത്തിന് നമ്മൾ വറുത്തെടുക്കുകയാണ്. അത് ഞാൻ ദക്ഷൂട്ടനാണ് കേട്ടോ. ചെറിയ ചട്ടിയിൽ കുഞ്ഞ് 2 മീൻ എരി കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഫുഡ് ഇതാണ്ട് റെഡിയായിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ എനിക്ക് തിന്നാൻ തോന്നുന്നു ഒന്നും കൂടി. അനന്തും ഹരിക്കുട്ടനുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, ഏട്ടനുണ്ടായിരുന്നു, ദക്ഷു ഉണ്ടായിരുന്നു. ദക്ഷുവിൻ്റെ മൊബൈലിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. എന്തായാലും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. മീനൊക്കെ ആണെങ്കിൽ കുരുമുളകിൻ്റെ ആ ഒരു മസാല മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറയാലേ, ഈ ഒരു വൈബൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഇത്രയും ഫാമിലി മെമ്പേഴ്സും എല്ലാവരുമായിട്ടൊക്കെ നമ്മൾ ഹാപ്പിനെസ് ആയിട്ടൊക്കെ ഇരുന്ന് കഴിക്കുന്നത്. പക്ഷെ പപ്പയും അമ്മയും ഉറങ്ങിപ്പോയോ കേട്ടോ. ഇല്ലെങ്കിൽ അവർ കൂടി കൊടുക്കാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ആ ഒരു പിണക്കം മാറ്റാൻ വേണ്ടി ഞങ്ങൾ പിറ്റേന്നും പോയിരുന്നു കേട്ടോ. പക്ഷെ ആ വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. എന്നിട്ട് നമ്മൾ നല്ല തോനെ വാങ്ങിച്ച് നല്ല വറുത്ത് അവർക്കും കൊടുത്ത് നമ്മളും കഴിച്ചു. പക്ഷെ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ എന്തായാലും ഏട്ടന് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏട്ടന് ആദ്യമായിട്ടുള്ള സെക്കൻഡ് ടൈമാണ് കേട്ടോ തോട്ടുമീൻ അങ്ങനെ കഴിക്കുന്നത്. കാരണം ഇവരങ്ങനെ കഴിക്കത്തൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ടാറ്റാ ബൈ.